കൊച്ചി പൗരാണികതയിലും ചരിത്രത്തിലും പൊതിഞ്ഞ തിരക്കേറിയ ഒരു നഗരം. കേരളത്തിൻ്റെ വളർന്നുവരുന്ന വാണിജ്യ തലസ്ഥാനം. സ്മാർട്ട് സിറ്റിയായി മാറാൻ തിരഞ്ഞെടുത്ത 100 ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്ന്. എന്നാൽ ഇവിടെയുമുണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ജീവിതങ്ങൾ. ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമാണ് വീട്. തൻ്റെ ആയുസ്സിൻ്റെ പകുതിയും സ്വപ്നസാക്ഷാത്കാരത്തിനായി വിനിയോഗിച്ച് മനുഷ്യൻ്റെ പ്രയത്നങ്ങളെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കിയ സംഭവമാണ് മൂലംപിള്ളിയിലേത്. വികസനം ഏതൊരു നാടിൻ്റെയും പുരോഗതിക്ക് ആവശ്യമാണ്. എന്നാൽ അത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും അവകാശങ്ങളെയും ഇല്ലാതാക്കുന്നതാകരുത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. കൊച്ചി തുറമുഖ ട്രസ്റ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും പങ്കാളിത്തത്തോടെയുമാണ് വല്ലാർപാടം ടെർമിനൽ പദ്ധതി പൂർത്തീകരിച്ചത്. ഒരുപാട് പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും നൽകി വന്ന പദ്ധതി ഇന്ന് എവിടെയും എത്താതെ നിൽക്കുന്നു. അന്ന് വലിയ വാശിയോടെ കൊച്ചിയുടെ മഹാവികസനം എന്ന അർത്ഥത്തിൽ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് സ്വപ്ന പദ്ധതി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി 316 കുടുംബങ്ങൾ, യഥാർത്ഥത്തിൽ പദ്ധതിക്ക് വേണ്ടിയല്ല, പദ്ധതിയിലേക്ക് റെയിലും റോഡും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കുടുംബങ്ങളെ കുടിയൊഴിച്ചത്. എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ലൈൻ കൊണ്ടുവരിക വല്ലാർപാടത്തേക്ക്. മറ്റൊന്ന് റോഡ് കളമശ്ശേരി നിന്ന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക്, ഇന്ന് കണ്ടെയ്നർ റോഡ് എന്നറിയപ്പെടുന്ന റോഡ് കൊണ്ടുവരിക. വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യന് കൂടി ഗുണപ്രദമാകണം, അല്ലെങ്കിൽ അവർക്ക് ഗുണപ്രദമാകണം, അവർക്ക് ദോഷമാകരുത് എന്നാണ് മഹാത്മാഗാന്ധി തൻ്റെ നയങ്ങളിൽ ഏറ്റവും പ്രധാനമായ നയമായി ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്? വല്ലാർപാടം ടെർമിനൽ നന്നായില്ല, അവിടെ കാര്യമായ വികസനമൊന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ ഇവിടെ വരാത്തതുകൊണ്ട് വിഴിഞ്ഞത്ത് ടെർമിനൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ കുടിയൊഴിക്കപ്പെട്ട ആളുകൾ, അതിൽ 250-ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്. വളരെ സ്വസ്ഥമായി സ്വന്തം തൊഴിൽ ചെയ്ത് ആർക്കും ശല്യമില്ലാതെ സ്വന്തം റേഷൻ കാർഡുള്ള, അല്ലെങ്കിൽ ആധാർ കാർഡുള്ള, ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള, പൈപ്പ് കണക്ഷനുള്ള, സമാധാനപരമായി അയൽക്കാരുമായി യോജിച്ച് ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ഒരു ദിവസം അവരുടെ വീട് ഇടിച്ച് തകർത്തിട്ട് കുറേ പൈസ കൊടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ കഴിയുന്നതല്ല കേരളം. കേരളത്തിൽ ഭൂമി വളരെ വില കൂടിയൊരു സാധനമാണ്. പ്രത്യേകിച്ചും കൊച്ചിയുടെ നഗരത്തിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെ ദൂരെ പോയാൽ പോലും ഒരു വില കൊടുത്ത് ഭൂമി വാങ്ങാൻ കഴിയില്ല. പിന്നെ വീട് വയ്ക്കുന്നത് മറ്റൊരു കാര്യം. ഇങ്ങനെ മറിച്ച് നടപ്പെടുന്ന മനുഷ്യർ അവരുടെ ചുറ്റുപാട്, ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള അവരുടെ ബന്ധങ്ങൾ, അതവരുടെ തൊഴിലാവാം, വിദ്യാഭ്യാസമാവാം, ആരാധനാലയങ്ങളാവാം, ഒരുപക്ഷെ ശവക്കല്ലറകൾ പോലുമാവാം. ആ ബന്ധങ്ങൾ മുഴുവനായി വലിച്ചെറിയുകയും അവർ വേറെ എവിടെയോ ഈ പറഞ്ഞതുപോലെ ചില കായ പൊട്ടിച്ചെതറുന്നതുപോലെ ചെതറിപ്പോവുകയാണ്. ഇന്ന് നമുക്കവരെ കണ്ടാലറിയാം. മൂലംപിള്ളിയിൽ നടന്നത് അതിക്രൂരമായ ഒരു കുടിയൊഴിക്കൽ. വികസനം, ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളുടെയും കൂടി അവരുടെയും കൂടി വികസനം.
അവർ ഒരിക്കലും ആ ഇപ്പോൾ ജീവിക്കുന്ന ജീവിത നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകാൻ പാടില്ല. എപ്പോഴും അവർ മേളിലേക്കാണ് വരണത്. ഇവർ അവിടെ നിന്ന് വന്നു എല്ലാവരും കൂടി ഓപ്പട്ട വന്നിട്ട് വാതിലൊക്കെ അവർ അടിച്ച് ഇങ്ങനെ ഒരു കൂടം കൊണ്ടുവന്ന് ആദ്യം അടിച്ച് സാറിൻ്റെയൊക്കെ അവിടെ അങ്ങാട് JCB പോയിട്ട് അവിടെ തന്നുപോയി. പിന്നെ എനിക്ക് പൊക്കാൻ പറ്റില്ല. പിന്നെ ഈ കൂടം കൊണ്ടുവന്നാണ് പിന്നെ അവർ അടി. കൊച്ചകത്ത് കിടക്കണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കണില്ല. എന്നിട്ട് അവർ അത് അടിച്ച് പൊളിച്ചെടുക്കണേണ്. അത് കഴിഞ്ഞ് ഈ പോലീസുകാരിങ്ങാണ്ട് വന്ന് എല്ലാ വീട്ടിലോട്ടും കണ്ട് കയറി. അവരെന്താ ചെയ്യണേന്ന് ഒരു പിടിയില്ല. മനുഷ്യരാണെന്നുള്ള എനിക്ക് തോന്നൽ പോലും അവർക്ക് ആക്കൂല. അതിൻ്റെ പുറകെ ഉദ്യോഗസ്ഥർ വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ എന്നിട്ടും അവർ പോകണ രസമായില്ല. അവർ ഓരോ വീട്ടിൽ കയറി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ക്ലോക്ക്, അവരുടെ വാതിൽ പൊളിച്ച വാതിൽ, ഫാൻ ഇതെല്ലാം ഒരു കൊണ്ടുപോകണേന്. വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് അവരെന്ത് ചെയ്ത് വെള്ളം വരാൻ വൈകി കൂടാ 1-2 വന്നത്. വലിയ ഡ്രമ്മിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളമൊക്കെ കമത്തി കളഞ്ഞ് അവർ അതിൻ്റെ അകത്തോട്ട് ആ കൊച്ചുങ്ങൾക്കിടെ പഠിക്കണ പുസ്തകം, കഞ്ഞിക്കലം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ടിട്ട് കൊച്ചുങ്ങൾക്ക് വൈകുന്നേരം ചോറ് കൊടുക്കാൻ വെച്ച് ആ ചോറ് കലം ഇതൊക്കെ ഇവർക്ക് കണ്ടെയ്നറോടിന് ഈ സ്ഥലം മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഇവർക്ക് എന്തിനു കൊണ്ടുപോകാനാണ്? അതുതന്നെ കൊച്ചുങ്ങൾ പഠിക്കണ പുസ്തകം, അവർക്കുള്ള ഭക്ഷണം ഇതൊക്കെ എവിടെ കൊണ്ടുപോകാനാണ്? ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമില്ല. പിന്നെ എന്ത് കാര്യത്തിന് ഇവർ ഇതൊക്കെ കൊണ്ടുപോയത്? ഇവർ ഇതെല്ലാം ഇങ്ങനത്തെ അനീതി പ്രവർത്തിച്ചാണ് കൊണ്ടുപോയി. മുല്ലമ്പള്ളി പാക്കേജ് ഒരു ഗവൺമെൻറ് ഓർഡർ നോട്ടിഫൈ ചെയ്യുന്നത് കുടിയിരിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ നടത്തിയൊരു പ്രക്ഷോഭണത്തിലൂടെയാണ്. അത് ഗവൺമെൻറ് ഓർഡറായിട്ട് നോട്ടിഫൈ ചെയ്തിട്ട് ഇപ്പോൾ 1.5 പതിറ്റാണ്ട് കഴിയുന്നു. 2008 മാർച്ച് 19 ഓർഡർ നോട്ടിഫൈ ചെയ്യുന്നത്. 316 കുടുംബങ്ങൾക്കാണത് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വന്നിട്ടുള്ളത്. മൊത്തം 7 വില്ലേജുകളിൽ നിന്നാണ് ഈ 316 കുടുംബങ്ങളെ റോഡും റെയിൽ കണക്റ്റിവിറ്റി ഒഴിവാക്കിയത്. അതിൽ മൂലമ്പള്ളിയിലെ 10 കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ഒഴിവാക്കിയതാണ് വിവാദമായത്. അതിനെ തുടർന്നാണ് മൂവ്മെൻറ്റ് ഒരു ജനകീയ സപ്പോർട്ട് വരുന്നത്. പാക്കേജ് ഗവൺമെൻറ് ഓർഡർ നോട്ടിഫൈഡ് ആണെങ്കിലും ആ പാക്കേജ് അന്നത്തെ LDF ഗവൺമെൻറ് കൊണ്ടുവന്ന ആണെങ്കിലും ആ പാക്കേജ് പൂർണ്ണമായിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയില്ല. ആ ഗവൺമെൻറ് താഴെ പോയി 2011 ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴാണ് പാക്കേജിൻ്റെ സെയിലിയൻ്റ് ആസ്പെക്ട്സ്, പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് അവർ നടപ്പിലാക്കിയത്. മൂലമ്പിള്ളി പാക്കേജിലൂടെ ആനുകൂല്യം ലഭിച്ചവരിലേറെയും വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ നിരാശരാവുകയാണുണ്ടായത്. ഏറെയും ചതുപ്പ് നിലങ്ങളും പട്ടയരഹിത സ്ഥലവുമാണ് നൽകിയിരുന്നത്. ഇത് രണ്ടുമുള്ളവർക്കോ വിള്ളലും ചോർച്ചയും മൂലം മാറി താമസിക്കേണ്ട അവസ്ഥയും. 1.5 പതിറ്റാണ്ടിന് ശേഷം ഏതാണ്ട് 33 പേര് പാക്കേജിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇതിനകം മരിച്ചു കഴിഞ്ഞു. മൊത്തം 52 കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് മാറി താമസിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ തന്നെ 7 കുടുംബങ്ങളുടെ വീടുകൾ ചരിഞ്ഞു പോയിട്ടുണ്ട്. അത് ചതുപ്പ് സ്ഥലമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു ഗവൺമെൻറ് ഓർഡർ വന്നു, ജുഡീഷ്യറി അതിനെ അക്സെപ്റ്റ് ചെയ്തു, പൊതുസമൂഹം അതിനെ അംഗീകരിച്ചു, മീഡിയ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയയും അതിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ പിന്നെ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ എക്സിക്യൂട്ടീവ് ചെയ്യണതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബില്ല് ആവശ്യമാണ്. അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇതിനകം 52 കുടുംബങ്ങളാണ് വീട് വെച്ച് മാറി താമസിച്ചിട്ടുള്ളത്. പിന്നെ ആ പാക്കേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് വീതം ഈ കണ്ടെയ്നർ പ്രോജക്റ്റിൽ ജോലി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ അവർക്ക് ഈ വീട് വെക്കാനുള്ള പെർമിറ്റ് കൊടുത്തിട്ടില്ല. പലയിടത്തും ഇത് തീരദേശ പരിപാലന നിയമത്തിൻ്റെ ഇതിലാണ്. അതല്ലെങ്കിൽ വാടക കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, വാടക കൊടുത്തിട്ടില്ല. പിന്നെ ഇതെല്ലാം ക്രോഡീകരിക്കാൻ വേണ്ടി കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു
മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. കളക്ടറും ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി. അതിപ്പോൾ വർഷങ്ങളായി അത് കൂടിയിട്ട്. അപ്പോൾ ആ മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ മാസവും കൂടി റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് അതിൻ്റെ മാൻഡേറ്റ്. അതാണ്, പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇങ്ങോട്ടുള്ള ഒരൊറ്റ ഉറപ്പും ഈ പുനരധിവാസത്തെ സംബന്ധിച്ചോ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചോ സമരം ചെയ്ത ആളുകളുടെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചോ നൽകിയിട്ടുള്ള ഒരു ഉറപ്പും ഇന്നുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഭൂമിയില്ലാത്ത, കരാറുകൾ ലംഘിക്കപ്പെട്ട, ഹൈക്കോടതി വിധികൾ ലംഘിക്കപ്പെട്ട, സർക്കാർ ഉത്തരവുകൾ ലംഘിക്കപ്പെട്ട ഒരു പേരാണ് മുലമ്പിള്ളി അല്ലെങ്കിൽ വല്ലാർപാട് എന്ന് പറയുന്നത്. അത്തരം പ്രോജക്റ്റുകൾ സമൂഹത്തിന് ഗുണം ചെയ്തോ എന്ന് പരിശോധിക്കണം. അവിടെ തൊഴിൽ പോലും, വല്ലാർപാടം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ കൊച്ചിയിൽ പോർട്ടുണ്ട്. കൊച്ചിൻ തുറമുഖം വളരെ ചരിത്ര പ്രസിദ്ധമായ കൊച്ചിൻ തുറമുഖമാണ്. ആ തുറമുഖം ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തനരഹിതമാണ്. അതിലൊരു ഭാഗം വല്ലാർപാടം ചെയ്യുന്നു എന്നല്ലാതെ ഇവിടെ വന്നിട്ട് വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ കൊച്ചി തുറമുഖം എന്ന് പറയുന്ന തുറമുഖ ട്രസ്റ്റുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള, അവിടെ തൊഴിലില്ലാതെ. വല്ലാർപാടത്ത് വലിയ തോതിലുള്ള യന്ത്രവൽക്കരണം വന്നു, വലിയ ക്രെയിനുകൾ വന്നു. അതോടുകൂടി അവിടെയും തൊഴിലില്ലാതായി. എന്ന് പറഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. വികസനം വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടണ്ടേ? തൊഴിൽ കിട്ടിയില്ല, ഉള്ളവരുടെ വീട് പോയി. ഇനി ഇതിനൊക്കെ പുറമേ ഈ വല്ലാർപാടത്ത് വേണ്ടി വലിയ തോതിൽ ഡ്രഡ്ജ് ചെയ്യണം, വലിയ കപ്പലുകൾ വരാൻ. ആ ഡ്രഡ്ജ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്ന് കൊച്ചിയുടെ തെക്ക് ഭാഗത്ത് പല സ്ഥലങ്ങളിൽ, ചെല്ലാനം പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ കടലാക്രമണം വരുന്നത്. ഇവിടെ ഡ്രഡ്ജ് ചെയ്യുന്നതോടുകൂടി അവിടെ നിന്ന് മണ്ണിങ്ങോട്ട് വരികയും അവിടെ കര ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ചെല്ലാനമായാലും കണ്ണവാലിയായാലും ഇപ്പോൾ വലിയ ദുരന്തത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇത്തരം ദുരന്തങ്ങൾ കാണാതെ നമ്മളൊരു വികസനവുമായി മുമ്പോട്ട് പോകരുത് എന്നാണ് മുലമ്പിള്ളി നമ്മുടെ സർക്കാരുകളോട്, ഭരണകൂടങ്ങളോട്, രാഷ്ട്രീയ പാർട്ടികളോട് എല്ലാവരോടും പറയുന്നു. ഇന്നും നീതി ലഭിക്കാതെ ഒരു തുടർക്കാഴ്ചയായി മൂലമ്പിള്ളി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നു പുലരും നീതി